യൂസേബിയയുടെ കളി ഒരിക്കൽ പോലും നേരിട്ട് കാണാത്തയാളാണ് പിന്നീട് ആ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ, ലോകത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നല്ല കളിക്കാരനായി മാറിയത്. യൂസേബിയോ ഞാൻ ഈ പറയുന്ന രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്ലെയർ ആയിരുന്നു, കോൾഡ് ബ്ലാക്ക് പാന്തർ, കരിമ്പുലി. അദ്ദേഹത്തിൻ്റെ കളി ഇദ്ദേഹം നേരിട്ട് കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ന് അദ്ദേഹം അതേ രാജ്യത്തേക്ക് പോകുമ്പോൾ ഹി ക്യാൻ റീഡ് ദ എയർപോർട്ട് നെയിം ക്രിസ്ത്യാനോ റൊണാൾഡോ എയർപോർട്ട് വിത്ത് ഹിസ് ഐസ്. ഇതാണ് ഇൻസ്പിറേഷൻ. ഈ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേഡിയത്തിൽ പോയി കളി കാണണമെന്നില്ല. മാർട്ടിൻ ടൈലറെയും പീറ്റർ ഡ്രൂറിയെയും റേ ഹഡ്സനെയും ഷൈജു ദാമോറിനെ ഇതേവരെ നേരിട്ട് കണ്ടിട്ടില്ല. ബട്ട് ഐ സ്റ്റിൽ അഡ്മയർ ദം. ഞാൻ ഒരു ദിവസം അവരെ പോലെ കമന്ററി പറയണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് അവരുടെ കമന്ററി ഈ പറയുന്ന പോലെ പലപ്പോഴും അവർ പറയുന്നത് കേട്ട് ഇവർ പറയുന്നത് എങ്ങനെയാ, The Shakespeare's got it wrong. It is King Leo, not King Lear എന്ന് പറയുമ്പോൾ ഷേക്സ്പിയറിൻ സാധനമാണ്. നമ്മുടെ ലാലിഗയിൽ ബാർസലോണയ്ക്ക് വേണ്ടി മെസ്സി ഗോൾ അടിച്ച സമയത്ത് ഷേക്സ്പിയർക്ക് തെറ്റുപറ്റി. അത് കിങ് ലെയർ അല്ല, കിങ് ലിയോ എന്ന് പറയുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കുന്നതും അവർ ആരാധിക്കുന്നതും അവരെ കണ്ടിട്ടല്ല. അതേപോലെ പപ്സോ, ഞാനീ പറഞ്ഞത് ഒരാളെ നേരിട്ട് കാണണമെന്നില്ല, അയാൾ നമ്മുടെ കൂടെയുണ്ട്. ഈ പറയുന്ന ഘടികാരങ്ങൾ നിലക്കുന്നതും റൊണാൾഡോക്ക് വേണ്ടി ജീനിയസ് കമന്ററി പറഞ്ഞതൊക്കെ ഈ ബിനീഷിനെ പോലെ ഞാൻ എന്നും നേരിട്ട് കാണുന്നയാളാണ് റൊണാൾഡോ, ഞാൻ എന്നും നേരിട്ട് കാണുന്നയാളാണ് മെസ്സി എന്ന് ഞാൻ വിചാരിക്കുന്നതുകൊണ്ടാണ് അവരെൻ്റെ ഒപ്പമുണ്ട്. ഈ മഹാന്മാരിൽ റൊണാൾഡോയും മെസ്സിയും നെയ്മറും ജീവിച്ച കാലഘട്ടത്തിൽ അവരോടൊപ്പം ജീവിക്കാൻ സാധിക്കുന്നതല്ലേ ബ്രോ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം.